അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ തന്നെ ഒരു മുട്ടൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നല്ല കേട്ടോ, 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റിന് കാണിക്കുന്നത് ഈ മുട്ടൻ്റെ നമ്മൾ ഈ മഞ്ഞക്കരു ഉണ്ടല്ലോ, അത് നമുക്ക് പൊട്ടാതെ തന്നെ എങ്ങനെ എടുക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ അങ്ങ് തുടങ്ങാം. അപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വേറിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അറിയാത്തവരൊക്കെ. അപ്പം ഞാൻ ഇതൊക്കെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കണേ. രാവിലെയാണ് കേട്ടോ ഒരു മുട്ട പൊരിച്ചത്. എന്താ വെച്ചാൽ ഉണ്ണി സെപ്പറേറ്റ് മാറ്റിയെടുത്തിട്ട് വെള്ളം മാത്രം മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ നടുവിൽ 2 വെച്ച് കൊടുക്കുക. അതിൻ്റെ ഷോട്ട് ഞാൻ മുന്നേ തന്നെ ഇട്ടീന്ന് കിട്ടാം. അപ്പോൾ അതാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പരീക്ഷണത്തിലേക്ക് പോകുന്നുണ്ട്. രാവിലെ ഒന്ന് കഴിഞ്ഞു, ഇനി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഹലോ ഗായ്സ് എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി അടുത്ത പരീക്ഷണം എന്ന് പറഞ്ഞാൽ ചിക്കൻ ചുക്കയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, തൈര്, കുരുമുളക് പൊടി, പിന്നെ അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, പിന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്യണേ കണ്ടില്ലേ ഫസ്റ്റ്, അത് ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഒരു 4 ഉള്ളി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതാണിത്. അതും ഒക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ ഈ ചിക്കൻ്റെ മുകളിൽ. അപ്പോൾ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം കേട്ടോ. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇതേപോലെ തന്നെ നല്ലോണം തിരുമ്പി പിടിപ്പിച്ച് റെസ്റ്റ് വെക്കൽ നിർബന്ധമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അവിടെ ഒരാൾ ഭയങ്കര ക്ലീനിങ് പരിപാടിയാണ് കിട്ടുന്നത്. ഈ ഒരു ഫാനിൻ്റെ മുകളിലൊക്കെ നിറച്ച് കരിയായിരുന്നു കേട്ടോ. ഈ അടുപ്പ് നമ്മളിങ്ങനെ കത്തിക്കണോണ്ട് അതൊക്കെ ഇപ്പോൾ വെള്ള കുട്ടപ്പിയാക്കിക്കണേ തുടച്ചിട്ട്. ഇത് എൻ്റെ ചെരുപ്പാണ് കേട്ടോ, അകത്ത് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ എങ്കിൽ ഞാൻ ഇടലില്ല കേട്ടോ, എപ്പോഴെങ്കിലും ഇടുള്ളൂ. ഇടണ തന്നെ ഒരു ഇതാണ് കേട്ടോ. പക്ഷേ ചെരുപ്പിട്ടാൽ അന്നൊന്നും നമുക്ക് കാലവേദന ഉണ്ടാവില്ല കേട്ടോ. ചെരുപ്പിടാതിരുന്നാൽ എനിക്ക് ഭയങ്കര കാലവേദനയായി. കാരണം പക്ഷേ എങ്കിൽ ഞാൻ ചെരുപ്പിടലിലേക്ക് അങ്ങനെ ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട്. അങ്ങനെ അതാ ചോറൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുക്ക് ചോറൊക്കെ ഇവിടെ റെഡിയായി ഗ്യാസിൻ്റെ മുകളിൽ തന്നെ വെച്ചിക്കാണ് കേട്ടോ ചോറൊക്കെ. ഇനി നമ്മൾ ചിക്കൻ ചുക്ക തയ്യാറാക്കുകയാണ് കേട്ടോ. അതിന് രാവിലെ ഉണ്ടാക്കൽ തുടങ്ങിയതാണ്. ഇത് എന്താണ് റെഡിയാക്കാനായിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. ഇപ്പോഴും റെസ്റ്റ് ചെയ്യാൻ വെച്ചതേന്നില്ല. പിന്നെ ചോറൊക്കെ അതിൻ്റെ ശേഷമാണ് പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളിതാ ഈ ഒരു ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഇത് മൂടി വെച്ച് അങ്ങ് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് വന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് നല്ലോണം അങ്ങനെ ചുക്കായിട്ട് വരുമല്ലോ, നമ്മൾ ഇഞ്ചി ചുക്കാവണ പോലെ അതേപോലെ ചുക്കാക്കൊന്നും വേണ്ട. എന്നാലും ഇതിൻ്റെ പേര് ചിക്കൻ ചുക്ക എന്നാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ, അടച്ചു വെച്ചിട്ടോ നല്ല തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. അങ്ങനെ മൂടി വെച്ച് ചിക്കൻ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് വരുമ്പോൾ തന്നെ നന്നായിട്ട് അതിന് വെള്ളവും പിന്നെ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചല്ലോ അതും പിന്നെ ഇപ്പെടുത്തതും അങ്ങനെയൊക്കെ ആയിട്ട് ഇതിൽ ഉണ്ടാവും കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അത് രാവിലെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഉമ്മ വിചാരിച്ച് എന്നാൽ കടിക്ക് ഇത് ഉണ്ടാക്കാൻ കറിയായിട്ട് ഇത് ഉണ്ടാവുമെന്ന്. പക്ഷേങ്കിൽ അപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഉമ്മ അതിൻ്റെ അടുക്ക് വേറെ കറിയൊക്കെ ഉണ്ടാക്കി, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രാവിലെ കഴിച്ചത് കേട്ടോ. അങ്ങനെ ഉച്ച ആകുമ്പോഴേക്കിനാണ് ഇത് ഞാൻ റെഡി ആക്കിയിട്ട് എടുത്തത്. അപ്പോൾ ഉച്ചക്ക് ചോറിന് ഇതേനോട്ട് ഉണ്ടായിരുന്നത്. ഞാൻ അതാണ് കഴിച്ചത്. പിന്നെ ഉമ്മ അതിൻ്റെ ഇടയിൽ കൂടെ ചമ്മന്തിയൊക്കെ അരച്ചിരുന്നു കേട്ടോ, പൊതിനൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഉമ്മ എൻ്റെ ചിക്കൻ ചുക്കൊന്നും കാത്തിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെയും കറി ഉണ്ടാക്കി. അതുകൊണ്ട് ചായ ഭയങ്കരമായിട്ട് കുടിച്ചാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കും ഉമ്മക്ക് ഇത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഉമ്മക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഉമ്മ പിന്നെ പൊതിന ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചോറൊക്കെ തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മുരിഞ്ഞു ഉള്ളി കയ്യിലിങ്ങനെ കിട്ടുമ്പോൾ. അങ്ങനെ ഇനി അടുത്ത പരീക്ഷണത്തിലേക്ക് ഞാൻ അങ്ങ് തുടങ്ങി കാൽവെപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഫ്രൂട്ട് ജെല്ലി കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. കുറേ മുന്നൊക്കെ യൂട്യൂബിൽ ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്കന്ന് യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പരീക്ഷണം അങ്ങ് നടത്താട്ടോ. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തന്നെ ആപ്പിളൊക്കെ ചെത്തി മുറുക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് വരെ പറഞ്ഞു തൊലി ചെത്തണം എന്ന്. അങ്ങനെ തൊലിയൊക്കെ എടുത്ത് ഞാൻ ആപ്പിൾ കുഞ്ഞായിട്ട് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പേരക്കയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തത്. പേരക്ക എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ കാണാൻ, പക്ഷേങ്കിൽ അതിൻ്റെ കുരുക്കെ നല്ലോണം മൂത്ത് പോയിക്കണം കേട്ടോ. അതുകൊണ്ട് ഇത് കടിക്കുമ്പോൾ ഒരു ഇത് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് പേരക്ക ഇതിലിട്ടിട്ടേ ഭയങ്കര ഇതായിരുന്നു കേട്ടോ, അതിന് ഉറപ്പേനു. അപ്പോൾ ഞങ്ങൾ പേരക്ക പിന്നെ അവിടെ മാറ്റി വെച്ചു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചെത്തി തിന്നു. അതങ്ങനെ തീർത്തു കേട്ടോ എല്ലാവരും കൂടെ. പിന്നെ ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള നാരൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഓറഞ്ച് എടുത്തു. ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മിഞ്ഞാന്ന് സാധനങ്ങൾ കൊടുന്നച്ചുകൊണ്ട് തന്നെ ഈ പഴമൊക്കെ ഈ കോലത്തിൽ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പഴങ്ങളൊക്കെ തിന്നലും കഴിഞ്ഞിട്ടുണ്ട്. ആ പഴം ആകെ ചീഞ്ഞും പോയിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് ഒരു പഴം മാത്രമാണ് എടുക്കാൻ കിട്ടിയത്. നല്ല പഴുപ്പ് ഏറി പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എന്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും പക്ഷേ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കാനൊന്നും പറ്റൂല. ഓരോ കാര്യങ്ങളായിട്ട് അതങ്ങനെ മറന്നു പോകട്ടാം. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാതിരുന്നൊരു സംഭവമാണ്. അങ്ങനെ ഇന്ന് എന്തായാലും ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇരുന്ന് കാണിട്ടാ. അപ്പോൾ
അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ പച്ചമുന്തിരിയാണ്. നമ്മളെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാ, നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങാടിയിൽ നിന്ന് പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് കൊടുന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാം കുറച്ചായിട്ട് ഇടുന്നുണ്ട്. അടുത്തത് ഉറുമാമ്പയാണ്. ഈ ഒരു ഉറുമാമ്പയോ അതിലേക്ക് ചേർത്ത് കൊടുക്കാണ് കേട്ടോ. എല്ലാം അതിലേക്ക് ഇപ്പോൾ ചേർക്കണില്ല, ഒക്കെ നമ്മൾ മുറിച്ച് റെഡിയാക്കി വെക്കുക. ഇനി അടുത്തത് ഈത്തപ്പഴമാണ് കേട്ടോ. ഒന്നിൻ്റെ ഒരു കുറവ് അങ്ങ് വരുത്തണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം, ജെലാറ്റിന്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ജെല്ലി കേക്ക്, ഫ്രൂട്ട്സ് ജെല്ലി കേക്ക് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് കുതിർത്തി സെറ്റാക്കാനായിട്ട് വെക്കാട്ടോ. അപ്പോൾ നമ്മളെ പേരക്കക്കൂട്ടൻ ഇരിക്കണുണ്ട, എന്താ അടിപൊളിയില്ലേ. ഒരു മുറി ഞങ്ങൾ തിന്നയിച്ചു കേട്ടോ, ബാക്കിയുള്ള മുറിയാണ് അതിരിക്കണത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനിതാ അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റായിട്ടാണ് ഈ ജെലാറ്റിന് കാണുന്നുണ്ട്. നമ്മൾ ചൈന ഗ്രാസിൻ്റെ ആൾക്കാരാണ്. അത് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കല്. ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളമൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാരയൊക്കെ വാരിയിടുക. അങ്ങനെ നമ്മളിതാ ഇനി പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു സംഭവമില്ലേ ജെലാറ്റിന്, ഇതൊന്ന് തിളച്ച് ഏകദേശം ഒരു കുഞ്ഞു കുമ്പിളൊക്കെ വരുമ്പോൾ നമുക്ക് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കി അങ്ങോട്ട് എടുക്കാട്ടാം. അപ്പോൾ അത് ഈ കട്ടൊക്കെ ഇങ്ങനെ അലിഞ്ഞുടഞ്ഞ് ആ വെള്ളത്തിൽ ഇങ്ങനെ മെൽറ്റായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളെ സംഭവം റെഡി ആയിട്ടാണ്. ഇനി നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക്, നല്ലൊരു പാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാത്രം എടുക്കട്ടെ. ഞാൻ ഏതായാലും ഒരു ചില്ലിൻ്റെ പാത്രമൊക്കെ തപ്പി പിടിച്ച് കൊടുന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതിലേക്ക് ഒരു 2 തുള്ളി മാത്രം എന്തുണ്ടല്ലോ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് 2 തുള്ളി ഇതിലേക്ക് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിതാ ഫസ്റ്റ് തന്നെ അതിലേക്ക് ആദ്യം നമ്മളെ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കണം. ഞാൻ എങ്ങനെ വെച്ചിട്ട് ഈ ഓറഞ്ച് ഇങ്ങനെ കീഞ്ഞ് പോകട്ടെ. അങ്ങനെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു അതിന് ഇഷ്ടമുള്ള പോലെ നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ്ട് വിട്ടുകൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ എങ്ങനെ ഇട്ടാലും വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്ന് പൊന്തിയിട്ടൊക്കെ നിൽക്കും. നമുക്കിങ്ങനെ ലെയറായിട്ട് ഓരോരോ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ ഇട്ടെടുക്കട്ടെ. ഞാൻ പിന്നെ എൻ്റെ രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഇടുന്നത്. എന്നിട്ട് അന്തം വിട്ടിട്ട് ഇങ്ങനെ നോക്കി കളി എത്ര ഞങ്ങൾ കാട്ടിലിട്ട് ഈ സൈഡിൽ ഇങ്ങനെ വെക്കാൻ പാടില്ലല്ലോ. അത് വെച്ചിട്ട് എന്താ പിന്നെ വേണ്ട അത് ഇറങ്ങി അങ്ങനെ വെക്കണ്ട ഞങ്ങളല്ലെങ്കിൽ അറിയില്ല നമുക്ക്. അതല്ല ഞാൻ മതി ഇനി അടുത്ത് മന്ദിരക്ക് നീ ചോദിച്ചല്ലേ അഞ്ഞ വെച്ചു ഞാൻ വെച്ചു ഇതൊരു കൊട്ടം കേട്ടോ. ഇനി പിന്നെ എന്താ കാട്ടിയാ രണ്ടാമത്തേനൂടെ ഞാൻ പറഞ്ഞില്ല എന്നോട് ഇത്ര നമുക്ക് വേണ്ടാന്ന് കാര്യം കത്തിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഇടാനാ, ഇത് കൊച്ചിട്ടാ മതി, ഉണ്ടാക്കിയാ മതി. ഒരു കൊട്ട വെള്ളം എടുത്തോളൂ. ഇത് കൊറേ നീരുണ്ടല്ലോ. മതി ഞാൻ നടുവിൽ ആ 3 അങ്ങനെ മനസ്സിലായോ? ഇത് ഫുള്ളോടെ ആ പാത്രം ഫുള്ളായി കാണണം. അറിയാം ഫുള്ളായി 3 മണിക്കൂർ ഇത് വെക്കല്ലേ എങ്ങനെ അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ് നമ്മൾ ഫ്രൂട്ട്സ് ജെല്ലി കേക്കിൻ്റെ സെറ്റപ്പ്? അങ്ങനെ നമ്മളത് ഫീസറിലേക്കൊക്കെ പെട്ടെന്ന് ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫീസറിലേക്ക് വെച്ച് കണ്ടിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ഫീസറിൻ്റെ ഫീസറിൽ വെക്കേണ്ട അടിയിലെവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുണ്ട് ഇനി ഇത് വെള്ളട്ടാ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി ജെല്ലി പുഡിങ് ആക്കിയാലോ എന്ന്. അങ്ങനെ ഇതുണ്ടല്ലോ ഈത്തപ്പഴം കുറച്ച് അരിഞ്ഞതും അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ ബിസ്ത ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാൻ കേട്ടോ. അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. ഇത് അപ്പം തന്നെ കഴിക്കാൻ തോന്നിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ എസെൻസ് അതിൻ്റെ ഒഴിച്ചു വിട്ടാ ഇതിന് വേറെ ടേസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടും നമ്മൾ സെറ്റപ്പ് ആക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടും ഇനി റെഡി ആയിട്ട് എന്തുണ്ട് എന്ന് ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഏതെങ്കിലും ഒരാളെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണേ.
അങ്ങനെ ഇതാണ് ഫസ്റ്റ് ഞാൻ അത് ഫീസർക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, താഴെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ. ഫസ്റ്റ് സെറ്റായിട്ട് കിട്ടിയത് ഇതാണ്. കാരണം അധികം വേഗം സെറ്റ് ആവുന്നുണ്ട്, ഇതിൽ ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കത്തിയോണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ചില്ലായിട്ട് നമ്മളെ പുഡിങ്ങിലൊക്കെ ഇങ്ങനെ ഇട്ടെടുക്കട്ടെ, ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ചതുരത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട്. ഞാനിപ്പോൾ ഹലുവ കേക്കൊക്കെ മുറിച്ചണ മാതിരിയാണ് കട്ട് ചെയ്യുന്നത്. ഇവരിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യല്ലേ എന്നൊക്കെ. പക്ഷെ നമുക്ക് ഇങ്ങനെ മതിയല്ലോ, എന്തിനാണ് കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് അതിനോട്ട്. ഇതിന് പറയാനില്ല, ഫ്രൂട്ട്സ് ജെല്ലി കേക്കിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഇത് ഇങ്ങനെ ആക്കിയപ്പോഴാണ് കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ ഇവിടെ ഒരാൾക്ക് ഞാൻ എപ്പോഴും ടേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കൊടുക്കൂട്ടാ. ഓനക്കാണെങ്കിൽ എന്ത് തിന്നാലും ഒരേ എക്സ്പ്രഷനാണ് മുഖത്ത്, ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും സൂപ്പർ എന്ന് പറയും. രസമില്ലാത്ത ഇൻ്റെ പോലെ തന്നെ ഒക്കെ സൂപ്പറാണ് അവനക്ക്. ഞാൻ എപ്പോഴും പറയില്ല എത്ര രസമെങ്കിലും സൂപ്പർ എന്നറിയും. അതേപോലെ കേട്ടാ. എന്നിട്ടെങ്ങാനും നിങ്ങളോട് പറയാൻ അടുത്തത് ഇതാ, ഞാൻ ഫീസറിൽ നിന്ന് എനിക്കൊരു ക്ഷമല്ലായിട്ട് ഇതെങ്ങനെയുണ്ട് ഇനി അതെങ്ങനെയുണ്ട് എന്ന് അറിയണമല്ലോ. ഞാനിത് എടുത്തുക്കാണ് കേട്ടോ. എത്ര മേടിയിട്ടും ഇത് കിട്ടണില്ല. എന്നിട്ട് ലാസ്റ്റ് ഇത് പാത്രം പൊട്ടിച്ചോന്ന് വരെ വലിക്ക് സംശയമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിത് ഇവിടെ റൂമിൽ തന്നെ വെച്ചിട്ടാ, നമ്മൾ അടുക്കളയിൽ തന്നെ വെച്ചിട്ട് വീസറിന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളിതാ കൂളായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്ന് പാത്രത്തിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ സംഭവത്തിന് നമ്മളിങ്ങനെ ഇടങ്ങാറാക്കിയിട്ട് വീസറിലൊന്നും വെക്കണ്ട കേട്ടോ, ആളവിടെ എവിടെയെങ്കിലൊക്കെ വെച്ചാൽ മതി. അങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ. കുറേ എന്നെ ഇടങ്ങാറാക്കിയിട്ട് ഞാൻ മേടി പൊളിച്ചിട്ടൊന്നും വന്നില്ല. ഓൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ മാതിരി കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കേട്ടോ, കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ എനിക്ക് അങ്ങനെ വലിയൊരു ഇഷ്ടമൊന്നും ഇതിനോട് തോന്നിയില്ല കേട്ടോ. മറ്റേത് അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാൻ. ആ ഒരു ജെല്ലി പുഡിങ്ങിൻ്റെ പോലത്തെ നമ്മൾ ഉണ്ടാക്കിയില്ല. ഈ ഫ്രൂട്ട്സ് കേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ പറയണം. ഞാൻ എന്തിട്ടിയാലും ചൂപ്പർ എന്ന് പറയണില്ല, അത്രയ്ക്ക് ചൂപ്പറല്ലേനു ഇതട്ടാ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കാക്കിയാൽ മതി, എല്ലാ ഫ്രൂട്ട്സും പോലെ വയറ്റിലെത്തിക്കോളും. അങ്ങനെ ഐസിൻ്റെ ഇതാ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്യണം എന്നാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓന് കഴിച്ചു. ഞങ്ങൾ ഓരോരുത്തരായിട്ട് വെട്ടിമുറിച്ച് പിന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നീച്ചിട്ട് എൻ്റെ നാലാമത്തെ പരീക്ഷണമാണ് ഇത് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്ന് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. കേക്കൊക്കെ തിന്ന് ക്ഷീണിച്ച് ഐസിൻ്റെ അവിടെ തന്നെ കിടന്നിക്കണേ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നാളെ വരാം. ഹോയ്.